ജയശങ്കറെ കാര്യമൊക്കെ ശരിയാണ്. ഞങ്ങൾക്ക് വീടും സ്ഥലവും ഒക്കെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അപ്പാർട്ട്മെന്റ് ഇഷ്ടപ്പെട്ടു. പക്ഷെ പുള്ളി ചോദിക്കുന്ന കോസ്റ്റ് ഒരുപാട് കേട്ടോ. അത്രയൊന്നും വിലയില്ല അവിടെ. ഈ ചോദ്യം പലതവണ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഈ ഒരു കാര്യം ഞാൻ പറയുമ്പം ഞങ്ങളുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ള ഒരു കോട്ടാണ്, ദ ഇനിഷ്യൽ കോസ്റ്റ് ഈസ് ദ ലൗഡസ്റ്റ് നോയ്സ് ഇൻ എ ഡീൽ. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു കോസ്റ്റ് ഒരാള് ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു റെസിഡൻസ് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മളതിന്റെ കോസ്റ്റ് പറഞ്ഞു കഴിയുമ്പം ആള് ആ ഒരു എമൗണ്ടിന്റെ വലിപ്പം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയും, സാർ ഇത് നിങ്ങളുടെ പർപ്പസുമായിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് യു ആർ ഗോയിങ് ടു ലീവ് യുവർ ഫോർ 10 to 15 years, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചിലപ്പം ഒരു ലൈഫ് ടൈം മൊത്തം യു ആർ ഗോയിങ് ടു സെറ്റിൽ ഹിയർ. അപ്പൊ ആ ലൈഫ് ടൈം സെറ്റിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ നിങ്ങൾക്ക് മെന്റൽ പീസ് തരുന്നുണ്ടോ, നിങ്ങൾക്ക് ഇൻ കേസ് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ലിക്വിഡേറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ തരുന്നുണ്ടോ, ഇതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ കുറച്ചുകൂടെ വില കുറച്ച് നിങ്ങൾക്ക് ഇതിനേക്കാൾ ഒരു ഓഫ് ലൊക്കേഷനിൽ ഒരു സ്ഥലം കിട്ടും എന്നും പറഞ്ഞ് നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം ഒരു 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 ടൈം, നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത് യാത്ര ചെയ്യേണ്ടി വരുന്നതിനെങ്കിലും നിങ്ങൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ ചിന്തിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം യു ഷുഡ് ഓൾവേസ് ഗോ ഫോർ എ നെഗോസിയേഷൻ. കാരണം ആ സെല്ലർ, ഇഫ് ഹി ഈസ് ഗോയിങ് ടു സെൽ ദാറ്റ് പെർട്ടിക്കുലർ യൂണിറ്റ്, ഹി മൈറ്റ് ഹാവ് സീൻ സംതിങ് ഇൻ ഹിസ് മൈൻഡ്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആൾ എടുക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ അവിടെ ആളുടെ ഇന്ന ഫാക്ടേഴ്സ് വെച്ചിട്ട് അവിടെ അപ്രീസിയേഷൻ വരാൻ പോകുന്നു. എ ബയർ ഹു ഇസ് ഗോയിങ് ടു കം വിൽ ബി ചൂസിങ് ദിസ് അപ്പാർട്ട്മെന്റ് ബേസ്ഡ് ഓൺ എന്താ ആളുടെ ടൈം, എനർജി, ക്യാപിറ്റൽ, സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി, ഇതുപോലുള്ള ഫാക്ടേഴ്സിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആള് ഇത് ചൂസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ടൈം ദിസ് ഗോയിങ് ടു വർക്ക് ഔട്ട് ഗുഡ് ഫോർ മീ, അല്ലെങ്കിൽ എനിക്ക് ഈ അപ്പാർട്ട്മെന്റിന് വാല്യൂ തരാൻ പോകുന്ന അല്ലെങ്കിൽ ഈ റെസിഡൻസിന് വാല്യൂ തരാൻ പോകുന്ന ഈ ഫാക്ടേഴ്സ് ഒക്കെ ആണെന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഒരു സെല്ലർ അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ആ പ്രോജക്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു സ്പെൻഡ് ഒരു മിനിമം ബൈയിങ് കോസ്റ്റ് കാണും. അതിൽ നെഗോസിയേഷൻ അല്ലെങ്കിൽ അതിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ലൂസ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ ഷുവർ. അപ്പൊ ഇതില് ബേസിക് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നെവർ ഗെറ്റ് പാനിക് വിത്ത് ദ ഇനിഷ്യൽ കോസ്റ്റ്. ഞാന് ഇതിനും എക്സാമ്പിൾ ആയിട്ട് പറയാറുള്ള ഇത് കൂടുതലും എനിക്ക് തോന്നുന്നു ഈ മെഡിക്കൽ സൈഡിൽ നിന്ന് ഡോക്ടേഴ്സ് 1-2 പേർക്ക് ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഐ റിക്വസ്റ്റ് എവ്രി ബയർ, സോ എ പ്രൊഫഷണൽ ഷുഡ് ടിപ്പിക്കലി ഹാൻഡിൽ സർട്ടൻ കേസസ്. കാരണം ഒരു കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരാളുടെ അഡ്വൈസ് ചെയ്യുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ യുവർ വൈ. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ നീഡ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷമാണ് നമ്മളൊരു പ്രോജക്റ്റ് സജസ്റ്റ് ചെയ്തതും കൊണ്ട് കാണിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പം യു ആർ സപ്പോസ് ടു തിങ്ക് അബൌട്ട് യുവർ ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു നിങ്ങളുടെ നീഡിനെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ അവിടെ നമ്മൾ ഒരു അൺവാണ്ടഡ് ഒരു നെഗോസിയേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ യൂസ് യുവർ ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഞാൻ ഡോക്ടേഴ്സിന്റെ കാര്യം എടുത്തു പറയാൻ കാരണം ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഡോക്ടർ വിനയ്, the name is not the correct one, but still he came and we had a particular apartment selling very highly at that moment of time. അപ്പൊ അവിടെ ഒരു അപ്പാർട്ട്മെന്റ് ആള് ചൂസ് ചെയ്തു. ഹി ലൈക്ക് ഇറ്റ് വാസ് ഇൻ ദ മിഡ് ഫ്ലോസ്, ഹയർ മിഡ് ഫ്ലോസ് ആയിരുന്നു. മറ്റേ ശല്യങ്ങളൊന്നുമില്ല. ഒരുപാട് റിക്വയർമെന്റ്, ഒരുപാട് പേര് ചോദിക്കാൻ സാധ്യതയുള്ള അപ്പാർട്ട്മെന്റ് ആണ് ഫ്യൂച്ചറിൽ. ഹി കെയിം ആൻഡ് ഫിക്സഡ് ദാറ്റ്. അപ്പം എവറിത്തിങ് വെൻ വെൽ. ഫൈനലി എന്താ പറയണ്ടേ, ആളുടെ ഫാദർ ഒരു സജഷൻ വെച്ചു, മോനെ ഇത് ഇച്ചിരി വില കൂടുതലല്ലേടാ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എൻറ്റയർ തിങ് കൊളാപ്സ്ഡ്. പക്ഷേ ഫൈനലി ആള് ആ ഒരു ടൈമിൽ, ആ ഒരു മൊമെന്റില് ആ ഒരു സെയില് ബ്രേക്കായി. ഒരു 2 years ഡൗൺ ദ ലൈൻ പ്രോജക്റ്റ് ഒരു റെഡി ടു ഓക്കുപൈ സ്റ്റേജിലൊക്കെ വന്ന് when he came back and asked for an apartment, unfortunately I had only the top floors with me. കാരണം അത് പെട്ടെന്ന് ആരും ചൂസ് ചെയ്യാത്ത ഒരു പല കാരണങ്ങൾ കൊണ്ടും ഒരു ബാക്കി കിടക്കുന്നതെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിക്കുള്ള അപ്പാർട്ട്മെന്റ്സ് മാത്രമേ അന്ന് എൻ്റെ ഉള്ളായിരുന്നു. ആൻഡ് ദ റേറ്റ് വാട്ട് ഐ വാസ് ആസ്കിങ് ഓൾസോ വാസ് മച്ച് മോർ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മിസ് ചെയ്യാതെ ശ്രദ്ധിക്കുക എന്നുള്ളത്
ഞാനൊരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി എടുത്ത് പറയാം, ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം, മോസ്റ്റ് ഓഫ് ദം ഡു ഇറ്റ് വെരി ഗുഡ്. ദേ ആർ വെരി ഹൈലി പ്രൊആക്റ്റീവ് ആൻഡ് ദേ പ്ലാൻ ദ റെസിഡൻസ് വെരി വെൽ. ബട്ട് സ്റ്റിൽ ഞാൻ പറയും, നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ കേസ് കൊണ്ട് ഈ ഒരു ഇനിഷ്യൽ നെഗോസിയേഷൻ നിങ്ങൾ ഇച്ചിരൂടെ ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ്.